മമ്മൂട്ടി കമ്പനിയുടെ 5ാമത് ചിത്രം ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. അപ്പോൾ 23-ാം തീയതി എന്തായാലും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, സിനിമ ഒരു വൻ വിജയമാക്കി മാറ്റുക. അതോടൊപ്പം ഇനി അല്പനേരം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ മമ്മൂക്കയുടെ ഏറ്റവും ആളുകൾ ഇഷ്ടപ്പെടുന്ന ജോണറുകളൊന്നാണ് ഈ ആക്ഷൻ, കോമഡി, എന്റർടൈൻമെന്റ് ജോണർ. അപ്പോൾ ഈ ഇപ്പോഴത്തെ മമ്മൂക്ക ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, എക്സ്പ്ലോർ ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാവരും ഭയങ്കര ഉറ്റുനോക്കുന്ന ഒരു മമ്മൂക്കനെയാണ് കുറച്ച് വർഷം കഴിഞ്ഞിട്ട് കൈ കിട്ടി. എങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് പുതിയ? അടിപൊളി. മോൻ്റെ പേരെന്താ? അജിത്ത്. ഞാനും അജിത്തിനെ പോലെ തന്നെ ഭയങ്കര കൗതുകത്തിലായിരുന്നു ഈ സിനിമയിലേക്ക് പോകുന്ന സമയത്ത്. കാരണം ഈ ടെറിട്ടറിയിലുള്ള, അതായത് ഈ സാഹചര്യത്തിലുള്ള കുറേ കഥാപാത്രങ്ങൾ നമുക്ക് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രതലത്തിലുള്ള, ലൈക്ക് ഇപ്പോൾ അച്ചായൻ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇടുക്കി ബന്ധപ്പെട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രതലത്തിൽ നിന്നും ഒരു സിനിമ വരുമ്പോൾ നമുക്ക് അത് എങ്ങനെയായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മിഥുൻ ഞങ്ങൾ ഈ കഥ ചർച്ച ചെയ്യുന്ന സമയം മുതൽ കൗതുകമാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനെയായിരിക്കും മിഥുൻ ഓരോ ഡയലോഗുകളൊക്കെ ഇങ്ങനെ ഡെലിവറി ചെയ്ത് കാണിക്കും, നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും. അപ്പോൾ എൻ്റെ കൗതുകം മുഴുവൻ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. കാരണം എനിക്ക് 100% ഷുവറാണ് ഒരിക്കലും നമുക്ക് മുമ്പ് ചെയ്തൊരു കഥാപാത്രത്തെ റിപ്പീറ്റ് ചെയ്യില്ല, ആ രീതിയിൽ അതൊരിക്കലും പെർഫോം ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ പലതവണ ഞാൻ പ്രീപറേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെയായിരിക്കും നമുക്ക് ചെയ്യണം, അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നല്ലാതെ ഡീറ്റെയിൽ പറഞ്ഞില്ല. എന്തായാലും ഞാൻ ഈ സിനിമയിൽ ഇതേ കൗതുകത്തോടെയാണ് ഈ സിനിമയെ സമീപിച്ചത്. ഈ ഷൂട്ടിംഗ് നടന്ന 104 ദിവസവും ഞാൻ എൻജോയ് ചെയ്തത് പുതിയ കാലഘട്ടത്തിലെ അഭിനയ രീതികളനുസരിച്ച്, പുതിയ കാലഘട്ടത്തിലെ സിനിമകളുടെ രീതികളനുസരിച്ച് ആ പെർഫോമൻസിൻ്റെ മീറ്ററിൽ ഈ കഥാപാത്രത്തിനൊരു ഫ്രെയിം ഉണ്ടാക്കി ആദ്യം മധ്യാന്തം അത് അതേ രീതിയിൽ തുടർച്ചയായി. കാരണം ഇതിനകത്ത് ഇപ്പോൾ ഒരു കാര്യം മാത്രമല്ല, ആക്ഷൻ ഉണ്ടാവാം, ഫൺ ഉണ്ടാവാം, ഇമോഷൻസ് ഉണ്ടാവാം, മാറ്ററുകൾ ഉണ്ടാവാം. പല രീതികളിലൂടെ സിനിമ സഞ്ചരിക്കുമ്പോഴും ഈ കഥാപാത്രത്തിൻ്റെ ആ മീറ്റർ അതേപോലെ തുടർന്ന് ഈ പുതിയ കാലഘട്ടത്തിലനുസരിച്ചിട്ടുള്ള പെർഫോമൻസാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഞാൻ ഭയങ്കര രസമായിരുന്നു എനിക്ക് കണ്ടുകൊണ്ടിരുന്നപ്പോൾ. നിങ്ങൾക്കും സിനിമ കാണുമ്പോൾ അത് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുമെന്നും, ഒരുപക്ഷെ പുതിയ കാലഘട്ടത്തിൽ സിനിമ ചെയ്യുന്ന മാസ് സിനിമ അല്ലെങ്കിൽ ഇങ്ങനെ കൊമേഴ്സ്യൽ സിനിമകൾ എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിക്ക് ഒരു പെർഫോമൻസ് റെഫറൻസായി അതുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു. ജോസച്ച എന്നാണ്ട് വിശേഷം? ഇല്ല, ഞങ്ങളെങ്ങനെയാണ് വിളിക്കുന്നത്. ജോസേട്ട എന്നാണ്ട് വിശേഷം? നല്ല വിഷയം വിശേഷം. സുഖമായിട്ട് പോകണം അച്ഛാ. എനിക്ക് തോന്നുന്നു 104 ദിവസം ഷൂട്ട് ചെയ്ത കഥ പറഞ്ഞപ്പം ഇന്നലത്തെ ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ടായി മമ്മൂക്ക അതിലേറ്റവും കൂടുതൽ ആക്ഷന് വേണ്ടി ദിവസങ്ങൾ മാറ്റിവെച്ചു, ചേസിങ്ങിന് വേണ്ടി. അപ്പൊ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന മാസാണെന്ന് ഞങ്ങൾ പറഞ്ഞു. മമ്മൂക്ക പറയും മാസ് അല്ല എന്ന് പറയും, മമ്മൂക്ക ക്ലാസ് അല്ല എന്ന് പറയും. ഞങ്ങൾ ഏത് രീതിക്കാണ്? ഞങ്ങൾ മൊത്തം ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയാണ്. തീർന്നില്ല പ്രശ്നം, ഏറ്റെടുക്കുക. ഞാൻ നിങ്ങളെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായി. നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന അറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ പോവാം. എങ്കിലും ആ കഥ ഈ കഥാപാത്രം സിനിമയിൽ കഥാപാത്രം എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം പറഞ്ഞ പോലെ ഒന്നും വലിയ ട്രിക്കൊന്നുമില്ല. നമ്മൾ സാധാരണ സിനിമയിൽ വിളിക്കാൻ വരുന്ന പോലെ സിനിമയിൽ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മലയോര കഥാപാത്രങ്ങൾ ഒരുപാട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ വരും. കാരണം ആ ബെൽറ്റിൽ എല്ലാ ചെറിയ നുവാൻസസ് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ മനുഷ്യൻ. എന്നാലും പരമാവധി. പിന്നെ നമ്മുടെ കഥ പ്രധാനമായിട്ട് നടക്കുന്നത് കേരളത്തിലല്ല, ഭൂരിഭാഗവും തമിഴ്നാട്ടിലാണ്. പിന്നെ മറ്റുള്ളവരുടെ ആരും ആ ഭാഷ പറയുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സ്ലാങ്ങിനൊരു വലിയ പ്രാധാന്യം പിടിക്കേണ്ട. ഈ ക്യാരക്ടർ ജോസേട്ടായിയുടെ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഭാഗത്ത് കാണുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ തമിഴ്നാട്ടുകാരും ഇവരൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ തമാശ എന്ന് പറയാൻ പറ്റില്ല, എന്തായാലും ഹ്യൂമർ അവിടെ ഇവിടെയൊക്കെ വന്നു പോകുന്നു. കാരണം അതിനൊന്നും നേരമില്ല ഈ സിനിമയിൽ. അല്ല, തമാശ പറഞ്ഞല്ല, മനുഷ്യന്റെ തലയിൽ തീ പിടിച്ച് നിൽക്കുമ്പോൾ തമാശ പറയാൻ സമയം ഉണ്ടാവില്ല. അങ്ങനെയാണ് കഥാപാത്രത്തിന്റെ അവസ്ഥ. ജോസേറ്റ് എടുത്തിയാട്ടക്കാരനായതുകൊണ്ട് പറ്റിപ്പോകുന്ന അങ്ങനെ ഒത്തിരി നമുക്കൊക്കെ പറ്റിയിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ എടുത്തിയാട്ടം കൊണ്ട് അബദ്ധമായാൽ അത് തലേന്ന് പോകില്ല, അത് വലിച്ചെറിഞ്ഞാലും പോകുക. അതിങ്ങനെ കണ്ടുപിടിച്ചിരിക്കുന്നവർ പിടിച്ച് ജോസിനെ ഒരു വഴിക്കാക്കുന്നതാണ് ഈ സിനിമയുടെ കഥ. ബാക്കി കഥ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സിനിമ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകാത്തത് ഉണ്ടെന്ന് തോന്നുന്നത് പോലെ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.
മാറ്റി. അത് കൃത്യമാണ്. അച്ഛാ, ഈ കഴിഞ്ഞ ദിവസം ഈ ഇന്റർവ്യൂ തന്നെ പറയുന്നുണ്ട്, ആദ്യമായിട്ട് കഥ പറയാൻ പോയപ്പോൾ നിനക്ക് കഥ അറിയാവുമെന്ന് ചോദിച്ച ഒരു സംഭവം മമ്മൂക്കാൻ ഇന്നലെ ഓർമ്മപ്പെടുന്നുണ്ട്. ഞാനൊരു സ്ക്രിപ്റ്റ് റൈറ്ററാണ് എന്ന് ആര് പറഞ്ഞു എന്നോടൊന്ന് ചോദിച്ചു. ശരി, തമാശ പറഞ്ഞില്ല, നമ്മളിവിടെയൊക്കെ പറയുന്ന അത്രയും പറയുന്നതുകൊണ്ട് അതുകൊണ്ട് നന്നായില്ലേ? തീർച്ചയായിട്ടും രണ്ടാമത്തെ സിനിമയായില്ലേ? അല്ല, ഒരുപാട് സിനിമ കഴിഞ്ഞു. മമ്മൂക്കാട് കൂടെ രണ്ടാമത്തെ സിനിമ. ഈ ടെറൈനിൽ തന്നെ ആക്ഷൻ കോമഡി ജോണറിൽ നമുക്ക് പല സിനിമകളും ചെയ്തിട്ടുണ്ട്, നമ്മളൊക്കെ ആസ്വദിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോഴേക്കും വീണ്ടും അതേ ഇപ്പൊ ഒരു അച്ചായനായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യാനായിരുന്നു. മുമ്പ് ചെയ്ത ക്യാരക്ടറിനെ റീവിസിറ്റ് ചെയ്യുകയും കൂടെ ചെയ്യണമല്ലോ. അപ്പൊ എന്നിട്ടായിരിക്കണം ഒരു ക്യാരക്ടർ സെറ്റ് ചെയ്യുക. അപ്പൊ അതിനെ എങ്ങനെയാണ് നോക്കിയിട്ടുണ്ടത്? അത് റീവിസിറ്റിങ്ങൊന്നുമില്ല. ആ കഥാപാത്രത്തുമായിട്ട് യാതൊരു സാമ്യം ഉണ്ടാകാതിരിക്കുന്ന ശ്രമമാണ്. റീവിസിറ്റ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ വരണം. അങ്ങനെ വരാതിരിക്കാനാണ് ഞാൻ സാധാരണ ശ്രമിക്കുന്നത്. ഇതങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം അങ്ങനത്തെ ആ വന്നുപോയ കഥയിലെ കഥാ സന്ദർഭങ്ങളല്ല ഈ സിനിമ. അതാണ് അതിൻ്റെ വ്യത്യസ്തമാകുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ കഥാപാത്രവും പരിസരങ്ങളും തമ്മിൽ വ്യത്യാസമാകുമ്പോൾ കഥാപാത്രം തന്നെ മാറും. നമ്മൾ ഒരേ കഥ തന്നെ പല സ്ഥലത്തെടുക്കുമ്പോൾ പല കഥകളായിട്ട് മാറുന്നില്ല. ഇപ്പോൾ കർണൻ്റെ കഥ എടുത്ത ഒരുപാട് സിനിമകൾ എല്ലാ പടത്തിലും കർണൻ ഒരുപോലെയല്ലല്ലോ. അതുപോലെ കഥാപാത്രത്തിൻ്റെ പരിസരങ്ങൾ മാറുന്നുണ്ട് ഈ സിനിമയിൽ മൊത്തമായിട്ട്. അപ്പോൾ കഥ മാറും, കഥാപാത്രവും മാറും. അങ്ങനെയൊക്കെ എല്ലാം എടുക്കാനും പോകും. നമുക്ക് പറയണ്ടായി ദുബായ് ലോഞ്ചില് ഇതൊരു സാമ്പിള് മാത്രമാണെന്ന് പറഞ്ഞു. അപ്പം ട്രെയിലറിനെ പറ്റി പറഞ്ഞു. അല്ല, അതെ, ഇതൊരു സാമ്പിള് മാത്രമാണ്. അപ്പൊ യഥാർത്ഥ വെടിക്കെട്ട് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. ഒഴിച്ചടിക്കല്ലേ? അത് വെടിക്കെട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വന്നേക്കാം. തോന്നട്ടെ എങ്ങനെയെങ്കിലും. നിങ്ങളത് ഉടക്കല്ലേ? ട്രിപ്പിൾ സ്ട്രോങ് ആണോ? അങ്ങനെ അതായത് ഞാൻ ഡയറക്ടർ പറയട്ടെ, ഞാനൊന്നും പറയുന്നില്ല. സ്ട്രോങ് ആണോ, ഡബിൾ സ്ട്രോങ് ആണോ, ട്രിപ്പിൾ സ്ട്രോങ് ആണോ? നിങ്ങൾ സിനിമ കണ്ടിട്ട് തീരുമാനിച്ചാൽ മതി. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഥയുടെ അല്ലെങ്കിൽ ആ സിനിമയുടെ സ്വഭാവത്തിനനുസരിച്ച് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരും. പ്രത്യേകിച്ചും നമുക്ക് ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്തിരിക്കുന്ന സിനിമയാണ്. നിങ്ങൾക്ക് സന്തോഷമുണ്ടാകാനും നിങ്ങൾക്ക് ആനന്ദമുണ്ടാകാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ടത്. നിങ്ങൾ കാണും, അത് നിങ്ങൾ തീരുമാനിക്കും. നമുക്ക് പടത്തിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും? ഇപ്പോൾ മുൻകൂട്ടി പറയുവാണെങ്കിൽ എനിക്കത് ചോദിക്കാമോ എന്ന് അറിയില്ല. ഞാൻ കേട്ടൊരു കാര്യമാണ്, ചോദിക്കാമോ? അങ്ങനെ വേണേ പറയാം. എന്ന് വെച്ചാൽ ഒരു സ്കാമിനെ കുറിച്ചാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജും മുന്നറിയിപ്പോ നമുക്ക് കിട്ടും. കാര്യങ്ങൾ സിനിമയിൽ ഉണ്ട്. അതിപ്പോ അത് സിനിമയിലൂടെ പോകുന്നതാണ്. അതിപ്പോ അതിന് ആരും വളരെ പോസ്റ്റഡെന്ന് പറയുന്നത് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്കാം ഉണ്ടെന്ന്. ചോദിക്കണം, എന്താണ് എല്ലാവർക്കും അറിയാവുന്ന സ്കാം ഉണ്ട് കഥ. നമുക്ക് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതിന് പഠിക്കാനുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, വൈശാഖ് സാറിന്റെ അടുത്താണ്. നമുക്ക് കുഴപ്പമില്ല. ട്രെയിലറിൽ നമ്മളൊരു റിഫൈൽ ഷോട്ട് കാണുന്നുണ്ട് തോക്ക് വെച്ചിട്ട്. അത് ഇതുവരെ ഞാൻ മലയാളത്തില് അങ്ങനെ ഷോട്ട് കണ്ടിട്ടില്ല. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ആണ് എടുത്തേക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് ആ ഷോട്ട് നമുക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. കാരണം അല്ല, ആ ഷോട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അത് റിഗ് ചെയ്തിട്ട് ഒരു സ്റ്റിക്കിൽ ഒരു സ്റ്റിക്കിൽ ഒരു ക്യാമറ റിഗ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ശരി, കാണിച്ചു കേട്ടോ. എത്രത്തോളം കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അത് പല തവണ നമ്മളിങ്ങനെ പറഞ്ഞില്ല, എല്ലാവരും നന്നായി കഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ചോദിക്കുന്നതാണ് ഇപ്പോൾ വീണ്ടും വീണ്ടും അത് ഓർപ്പിക്കും. മലയാള ഫിലിമിനൊരു ഡയലോഗ് ഉണ്ട്, അവന്റെ ഇടി എന്ന് പറഞ്ഞാൽ ഒരു 1.5 കിൻഡൽ വരുന്നത്. ടർബോ ജോസിന്റെ ഇടിക്ക് എത്ര കിൻഡൽ ഉണ്ടാവും? കൊണ്ടു നോക്ക് അല്ലെങ്കിൽ കണ്ടു നോക്ക്.